സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത കാട്ടാന. തൃശൂർ മലക്കപ്പാറ അടിച്ചിൽ തൊട്ടിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. അടിച്ചിൽ തൊട്ടി ഊരിലെ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യൻ ആണ് മരിച്ചത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുമ്പോഴായിരുന്നു ആക്രമണം. ഇന്നലെ നടന്നാണ് തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഓരോ 10-9:15 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവരെതിരെ രാത്രി തേനെടുക്കാൻ പോയി. ആദിവാസികൾക്ക് ഇപ്പം തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനെടുക്കാൻ പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. പിന്നീട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്നൊക്കെ പൊട്ടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഈ വിഷുപ്പുലരിയിൽ ഇങ്ങനെയൊരു സങ്കട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നു. വീണ്ടും കാട്ടാന ആക്രമണം സംസ്ഥാനത്തുണ്ടാകുന്നു. മരണപ്പെട്ടത് ആദിവാസി യുവാവാണ്. ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, നമുക്കറിയാം ഈ ആദിവാസി ഊരുകളിൽ പെടുന്നവർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് കാട്ടിനകത്തേക്ക് പോകുന്നത് അവരുടെ ശീലങ്ങളിൽപ്പെട്ടതാണ്. പലപ്പോഴും ഇത്തരം ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അവർക്ക് ഉണ്ടാകാറുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മലക്കപ്പാറ ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം കാട്ടിൽ അകത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഉന്നതി പ്രദേശത്ത് കാട്ടാന അത് ഇറങ്ങും. സ്വാഭാവികമായും വനമേഖലയാണ്, ഉൾവനങ്ങളിൽ പെട്ടതാണ്. അവിടെ ഇറങ്ങുന്നത് വ്യാപകമാണ്. അതായത് ഡാനി, ഈ കാട്ടിനുള്ളിൽ വെച്ച് തന്നെയാണല്ലേ ഈ ആക്രമണത്തിന് ഇരയായത്? അങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള അവരുടെ കാട്ടിനകത്തേക്കുള്ള യാത്രയിൽ തന്നെയായിരുന്നു. തേൻ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അകത്തേക്ക് പോയത്. അവിടെ വെച്ചാണ് കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 3 പേരടങ്ങുന്ന സംഘമാണ് ഇവർ കാട്ടിനകത്തേക്ക് പോയത്. അതിൽ ഇവർ ഈ കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നു. മറ്റു 2 പേർ മാറി ചിതറി ഓടുന്നു. അതിലാണ് സെബാസ്റ്റ്യനാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെടുന്നത്. തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റ് തൽക്ഷണം മരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പിന്നീടാണ് മൃതദേഹം നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ഇത് കാട്ടിനകത്തേക്ക് കയറിയുള്ള ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിനിടയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ മേഖലയിലും, ഈ ആദിവാസി മേഖലയിൽ, അവരുടെ ഊരുകളിലുമെല്ലാം തന്നെ അടിച്ചിൽ തൊട്ടി എന്ന് പറയുന്ന അവരുടെ ഊരിൽ അത് കാട്ടാന പതിവായി എത്തുന്നതും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ നടപ്പാതകളിലെല്ലാം തന്നെ ഈ കാട്ടാന ശല്യം അത് വളരെയധികം ഉണ്ട് താനും. അതോടൊപ്പം തന്നെയാണ് ഈ ആതിരപ്പള്ളി വനമേഖലയിൽ, പ്രത്യേകിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ജനവാസ മേഖലയിൽ എല്ലാം തന്നെയും ഈ കാട്ടാനകളുടെ ശല്യം വ്യാപകമാണ്. നമുക്ക് തന്നെ അറിയാം, പലതവണ നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസത്തിന് മുൻപ് ജിമ്മി എന്ന് പറയുന്ന ഒരാൾക്ക് നേരെ അയാൾ അവിടെ ബൈക്കിൽ പോകുന്ന സമയത്തായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട ഇയാളെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ ഗുരുതര പരിക്കുകളിലേക്ക് എത്തിയില്ല. അതിനു മുൻപ് അയാൾക്ക് അവിടെ നിന്ന് മാറാനായിട്ടെല്ലാം തന്നെ സാധിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സ തേടുകയും ചെയ്തു. അങ്ങനെ ഈ മേഖലയിൽ ആദിവാസി മേഖലയിലും അതോടൊപ്പം തന്നെ ആതിരപ്പള്ളി വനമേഖലയിൽ പിന്നീട് ജനവാസ മേഖലയോട് ചേരുന്ന ആ പ്രദേശത്തുമെല്ലാം തന്നെയും കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ്. ഇവിടങ്ങളിൽ ഈ വൈദ്യുതി വേലി അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിച്ച് നൽകണം എന്നൊരാവശ്യം കാലങ്ങളായിട്ട് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണ വിജയത്തിലേക്ക് ഒന്നും തന്നെ എത്തിയിട്ടില്ല. പലയിടത്തും തന്നെ അത് അപൂർണമായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഈ രീതിയിൽ ആളുകൾ, ഈ ആദിവാസി ഊരുകളിൽ പെടുന്നവർ, അതോടൊപ്പം തന്നെ മറ്റ് ജനവാസ മേഖലയിൽ ഇവരെല്ലാം തന്നെയും വന്യജീവികളുടെ ആക്രമണത്തിന് അതിൻ്റെ രൂക്ഷത ഇപ്പോഴും അനുഭവിക്കുകയാണ്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ 20-കാരനായ സെബാസ്റ്റ്യൻ്റെ മരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും. തീർച്ചയായും ഇതിൽ ഡാനി, ഈ യുവാവിന്റെ മരണം അങ്ങേയറ്റം ഖേദകരമാണ്. പക്ഷേ സാധാരണ നിലയിൽ നമുക്കറിയാം, പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുകയും അങ്ങനെ നടത്തുന്ന ആക്രമണങ്ങളുമൊക്കെയാണ് വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്ക് അത് ഇടവെക്കാറുമുണ്ട്. ഇവിടെ ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ കാട്ടിനുള്ളിൽ പോയി തേൻ ശേഖരിക്കുമ്പോഴാണ് ഈ അപകടം എന്നതുകൊണ്ട് തന്നെ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെയോ ഒന്നും പിഴവായി ഇതിനെ കാണാനും സാധിക്കുന്ന സാഹചര്യം ഇല്ല. എങ്കിൽ പോലും പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാനി?
അഭിലാഷ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ഇത് വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ അവരുടെ ഒരു നിത്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ആ നിത്യവൃത്തി നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ എല്ലാം തന്നെ ഭാഗമാണ്. നമുക്ക് നേരത്തെ അറിയാം തൃശ്ശൂരിൽ പീച്ചിയിൽ ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഈ മരക്ക എന്ന് പറയുന്ന വനവിഭവം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് വനത്തിനകത്തേക്ക് പോകുന്നത്. അതിന് ഉൾവനത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഒരാൾ മരിക്കുന്നു, പിന്നീട് മറ്റുള്ളവർ പുറത്തെത്തി പീച്ചി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. അതിനുശേഷമാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റാനും എല്ലാം തന്നെ സാധിച്ചത്. അങ്ങനെ ഇത്തരം സംഭവങ്ങൾ, ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ അകത്തേക്ക് പോകുമ്പോൾ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെടുന്ന അല്ലെങ്കിൽ മറ്റ് വന്യജീവികൾക്ക് മുന്നിൽപ്പെടുന്ന സംഭവങ്ങൾ ഇടയ്ക്കെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. ജാഗ്രത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതെല്ലാം തന്നെയാണ്. പക്ഷേ ഈ കാട്ടാനകൾ ഈ ആദിവാസി ഊരുകളിലേക്ക് ഇറങ്ങുക, ഒപ്പം തന്നെ മറ്റ് ജനവാസ മേഖലയിൽ ഇറങ്ങുക, ഇത്തരം സംഭവങ്ങൾ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിച്ച് നിർത്തുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ ഫെൻസിങ്, വൈദ്യുതി വേലി അടക്കം നിർമ്മിക്കണമെന്നുള്ളൊരു ആവശ്യവും എല്ലാം തന്നെ ഉയരുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ആദിവാസി ഊരുകളിലേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതും നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. ഇതിപ്പോൾ ഇവരിൽ ഉയർത്തുന്നത് ഒരുതരം ഭീതിയാണ്. കാരണം ഇവർക്ക് നിത്യജീവിതത്തിന് അവർക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ തേടിക്കൊണ്ട് വനത്തിലേക്ക് കയറാൻ കഴിയാത്ത രീതിയിലേക്ക് അടക്കം അവരെ ഈ സാഹചര്യങ്ങൾ ഭയചകിതരാക്കുന്നുണ്ട്. ആദിവാസി ഊരുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുറച്ചുകൂടി ഇടപെടൽ ക്രിയാത്മകമാക്കണം സർക്കാർ സംവിധാനങ്ങൾ എന്നതാണ് അവിടെ ഉയരുന്ന ആവശ്യം. ഇപ്പോൾ നഷ്ടപരിഹാരം അടക്കമുള്ള ഒരു കാര്യങ്ങൾ അതെല്ലാം തന്നെ ഏത് രീതിയിലാണ് സർക്കാർ കൈകാര്യം ചെയ്യുക എന്നതടക്കം വരും മണിക്കൂറിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്തായാലും നിലവിൽ അത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ വനമേഖലയിൽ ആവശ്യമുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ചെല്ലുന്നത്. തീർച്ചയായും സൂചിപ്പിക്കുന്നത് പോലെ ഇത് ആദിവാസി യുവാവാണ്. ആദിവാസി യുവാവിനെ സംബന്ധിച്ചിടത്തോളം വനവിഭവങ്ങളടക്കമൊക്കെ ശേഖരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ്. അതിനിടയിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരം. പക്ഷേ കാടിനുള്ളിൽ ആണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് വന്യജീവികളുടെ അല്ലെങ്കിൽ കാട്ടാനകൾ. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ സരസ്വതി വിജയാനന്ദൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീമതി സരസ്വതി, ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്, എന്താണ് എന്നതിൽ താങ്കൾക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?